ഇതിലേട്ടാ ഇപ്പം ഒരു മാങ്ങ കച്ചവടത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് എൻ ഡി എയുടെ ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിലേക്ക് എത്തി. എന്താണ് ഈ നിമിഷം അഖിലേട്ടന് പറയാനുള്ളത്? അല്ല, എനിക്ക് ഈ മാങ്ങ കച്ചവടത്തിൻ്റെ കഥയല്ല. സത്യത്തിൽ നമുക്ക് ജീവിതത്തിൽ നമ്മൾ സ്കൂളിൽ പഠിച്ച കാലം തൊട്ടേ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സംസാരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. പലപ്പോഴും ഞാൻ ആവശ്യമില്ലാത്ത ഒരുപാട് പ്രശ്നങ്ങളിൽ പോയി ചാടിയിട്ടുള്ളതും മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിച്ചത്. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പല വിവാദങ്ങൾ എടുത്തു വെച്ചു. ഇതൊന്നും എൻ്റെ പേഴ്സണൽ കാര്യങ്ങളല്ല. വേറൊരാൾക്ക് വേണ്ടി സംസാരിച്ച് പോയി ആൾക്കാരെ വിരോധം പിടിച്ചു പറ്റുള്ള ഒരാൾ. അപ്പോൾ എനിക്ക് നാടിന് വേണ്ടി സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസരം സൃഷ്ടിക്കപ്പെടുകയാണ്. ഞാൻ പണ്ട് 2015 ഒരു ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റിൽ അന്ന് ഞാൻ മത്സരിക്കണമെന്നൊന്നും പറഞ്ഞിരുന്നില്ല. പക്ഷേ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്ന സമയത്ത് നമ്മളെ വാശി കയറ്റി. നീ മത്സരിച്ചാൽ ഒരു 100 വോട്ട് പോലും കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ് വാശി കയറ്റിയപ്പോൾ എനിക്ക് മത്സരിക്കേണ്ട ഒരു സാഹചര്യം വന്നു അന്നത്തെ ബ്ലോക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ. പിന്നീട് നാളുകൾക്കിപ്പുറം കഴിഞ്ഞ് ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്തും ഇപ്പം എനിക്കൊരു സിനിമ എടുത്ത് മുന്നോട്ട് പോകണോ അതോ എനിക്കാകെ കൺഫ്യൂഷൻ. എൻ്റെ ലൈഫ് ഏത് രീതിയിൽ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും, അവിടെ തീർച്ചയായിട്ടും ഒരു പൊളിറ്റിക്കൽ സ്പേസിലേക്ക് ഞാൻ വരിക എന്നുള്ളതാണ്. അപ്പോൾ അതിന് എനിക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പോൾ UDF ഒക്കെ ഓക്കെയാണ്. അവിടുത്തെ ഒരുപാട് കാര്യങ്ങളോട് ഞാൻ ചേർന്ന് നിൽക്കും. അവിടുത്തെ നേതാക്കന്മാരോട് എനിക്ക് ഇഷ്ടമുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ എവിടെ നിന്നാലാണ് ചെയ്യാൻ പറ്റുന്നത് എന്ന സ്പേസ് നോക്കുമ്പം ഈശ്വരൻ അല്ലെങ്കിൽ കൊട്ടാരക്കര മഹാഗണപതി എൻ്റെ മുന്നിലേക്ക് കൊണ്ടുതരുന്നൊരു ഓപ്ഷനാണ് സത്യത്തിൽ 2020. 2020 റീസെൻ്റായിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ 2020 ജില്ലയ്ക്ക് പുറത്തേക്ക് അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ പ്ലാൻ ചെയ്യുന്നു. രാജ്യത്ത് ഡെവലപ്മെൻറ്റ്സിൻ്റെ കാര്യത്തിലും രാജ്യത്തെ ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിൻ്റെ കാര്യത്തിലും ഞാൻ എല്ലാ കാലത്തും മോദിജിയുടെ വികസനത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ചില വിഷയങ്ങൾക്ക് നമ്മൾ എതിരഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു തീരുമാനം ഞാൻ എടുത്ത സമയത്ത് ഈ പറഞ്ഞ ഒരു പ്രകൃതിയുടെ കൂടെ സപ്പോർട്ടുണ്ടായി. കാരണം നാച്ചുറലി ഇത് രണ്ടും കൂടെ കണക്റ്റായി. അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. സത്യത്തിൽ വലിയ സന്തോഷമുണ്ട്. ഇനി ഏത് മണ്ഡലത്തെയാണോ ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് എനിക്കിപ്പോഴും ഉറപ്പൊന്നുമില്ല. പക്ഷേ ഏത് മണ്ഡലത്തെ റെപ്രസെൻ്റ് ചെയ്താൽ ആ മണ്ഡലത്തിലെ ഒരു സാധാരണക്കാരൻ എന്തെല്ലാം കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നതോ അത് മനസ്സിലാക്കി നിയമസഭയിൽ അവന് വേണ്ടി സംസാരിക്കും. ആ നാടിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് അനാവശ്യ വാഗ്ദാനങ്ങൾ നൽകിയിട്ട് ആരെയും പറഞ്ഞു പറ്റിക്കാനും ആഗ്രഹിക്കുന്നില്ല. ആ മണ്ഡലത്തിൽ എന്താണ് ആവശ്യകത എന്നത് തിരിച്ചറിഞ്ഞ് ആ മണ്ഡലത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ആ മണ്ഡലത്തിന് വേണ്ടി ചെയ്യുകയും ചെയ്യും. 3, എൻ്റെ ഓപ്പോസിറ്റിന് ഏത് മണ്ഡലത്തിൽ ആര് മത്സരിച്ചാലും എന്നെക്കാളും മികച്ചവരായിട്ടാണ് അവർക്ക് ആ ജനത തോന്നുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ജനത എന്നെ ജയിപ്പിച്ചില്ലെങ്കിലും അവരെ ജയിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നത് എനിക്കൊരു പ്രശ്നമില്ല. എന്തെന്ന് വെച്ചാൽ ആ നാടിന് ആരാണോ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് അവർ വേണം നിയമസഭയിൽ പോകാൻ. അത് ഞാനാണെങ്കിൽ ഞാൻ, മറ്റൊരാളാണെങ്കിൽ മറ്റൊരാൾ. അൾട്ടിമേറ്റ്ലി നമ്മുടെ ലക്ഷ്യം ഒന്നാണ്. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, പല രാഷ്ട്രീയ പാർട്ടികൾക്കും ലക്ഷ്യം ജനനന്മയാണ്. പക്ഷേ പിന്നെ എന്തിനാണ് ഈ ഇത്രയേറെ രാഷ്ട്രീയ പാർട്ടികൾ? അപ്പം ജനനന്മയല്ല ഇവരുടെ ലക്ഷ്യം. ഇവർക്കൊക്കെ ഇവരുടെ നന്മകളായതുകൊണ്ടാണ് ഇവരിങ്ങനെ ഭയങ്കരമായ പോരാട്ടം നയിക്കുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ എവിടെയൊക്കെ ചെയ്യാൻ പറ്റും, എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ആ മണ്ഡലത്തിന് വേണ്ടി എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള കാണിച്ചു കൊടുക്കൽ കൂടിയാണ് ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ജനതയ്ക്ക്. വരും തലമുറയുടെ നന്മയാണ് അവർ ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഈ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വോട്ട് ചെയ്തോ നിങ്ങളുടെ വോട്ട് ഒരിക്കലും പാഴാവില്ല എന്ന് മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതുപോലെ അതിലേട്ടാ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന ഒന്നാണ് ബീഫ് കഴിക്കുന്നതിനെ കുറിച്ചാണ് ചർച്ച നടക്കുന്നത്. അപ്പം പൊതുവേ BJP പാർട്ടി എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അത് ബീഫ് കഴിക്കാൻ പാടില്ല, പശു നമ്മളെ അമ്മേനെ പോലെ കരുതണം എന്നൊരു സംസാരമുണ്ട്. അതുകൊണ്ട് തന്നെ അഖിലേട്ടനോട് ചോദിക്കണം, അഖിലേട്ടൻ ബീഫ് കഴിക്കാറുണ്ടോ? ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് അഖിലേട്ടൻ്റെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ ഒരു അബദ്ധധാരണയാണ്. BJPക്കാർ ബീഫ് നിങ്ങളെന്ന് പറയുന്നത് പശുവിനെ കഴിക്കാത്ത ഒരുപാട് പേരെ എനിക്കറിയാം. എൻ്റെ അമ്മായിയമ്മ ഒരു BJPക്കാരിയല്ല, ഒരു കോൺഗ്രസ്സുകാരിയാണ്. അവർ ബീഫ് കഴിക്കാറില്ല. അത് പശുവിനെ കഴിക്കാറില്ല. അല്ലാതെ ഇപ്പം ഞാൻ ഒരുപാട് പോത്തും ബീഫും ഒക്കെ കഴിച്ചുകൊണ്ട് യൂറിക് ആസിഡ് കൂടി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം ശാരീരികമായിട്ടുള്ളത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആഹാരം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ്. ഇവിടെ എൻ്റെ അറിവിൽ അതൊക്കെ ഇവിടെ അനാവശ്യമായിട്ടുണ്ടാക്കുന്ന കുറേ വിവാദങ്ങളാണെന്നേ. ഇപ്പോൾ എൻ്റെ അറിവിൽ എങ്ങനെ എവിടെ പോയിട്ടാണ് നിങ്ങൾ ബീഫ് കഴിക്കുന്നത്? ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് BJPക്കാർ പറഞ്ഞിട്ടുണ്ടോ ഇവിടെ ബീഫ് കഴിക്കരുതെന്ന്? ഉത്തരേന്ത്യയുടെ കൾച്ചർ വേറെയാണ്. നിങ്ങളത് മനസ്സിലാക്കും. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ തോക്കേന്തിയ ബ്രിട്ടീഷുകാരനോട് പോരാടിയ ഒരു ജനതയുടെ പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് അന്ന് പശുവിൻ്റെ നെയ്യ് പുരട്ടിയ തിര കടിച്ചു വലിക്കാൻ വേണ്ടി ഹിന്ദുക്കളോട് ആവശ്യപ്പെട്ടതും പന്നിയുടെ നെയ്യ് പുരട്ടിയ തിര കടിച്ചു വലിക്കാൻ വേണ്ടി മുസ്ലിങ്ങളോട് ആവശ്യപ്പെട്ടതുമാണ്. അതായത് പശുവിൻ്റെയും പന്നിയുടെയും പേരിൽ 1857 ബ്രിട്ടനെതിരെ പോരാടിയ ഒരു ജനതയുള്ള ഒരു പ്രദേശത്ത് 2025 നരേന്ദ്രമോദി ഭരിക്കുന്നത് കൊണ്ടോ അല്ല 2014 മോദി വന്നതൊന്നും കൊണ്ടുണ്ടായ പ്രശ്നങ്ങളല്ല ഇത് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കേരളത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലുള്ള പാർട്ടിക്കാർ എവിടെങ്കിലും ഈ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ നടക്കുന്ന ഒരു പ്രശ്നത്തെ ഈ 130 കോടി വരുന്ന ജനങ്ങൾക്കിടയിൽ മൊത്തവും സംഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് വലുതാക്കി മനുഷ്യനെ ഭിന്നിപ്പിക്കുകയാണ്.
അപ്പോൾ ഇത് നമ്മൾ എവിടെയും ഒരു പ്രശ്നമുണ്ടോ ഈ രാജ്യത്ത് മുസ്ലിംസിന് പ്രശ്നമുണ്ടെങ്കിൽ അത് റിയലായിട്ട് അഡ്രസ്സ് ചെയ്യണം. പക്ഷേ ഇല്ലാത്ത പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർത്ത് ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടിപ്പിക്കലല്ല മതേതരത്വം. കഴിഞ്ഞ ദിവസം കാന്തപുരം ഉസ്താദ് അദ്ദേഹം നരേന്ദ്രമോദിയെ കാണുകയും അദ്ദേഹം അതിനുശേഷം ഇറങ്ങി പറയുകയും ചെയ്തു, മുസ്ലിങ്ങൾ ഈ മോദി ഭരണത്തിൽ സംതൃപ്തരാണ്, സുരക്ഷിതരാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചോദ്യം വി ഡി സതീശനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇതല്ല എന്ന് പറയുകയാണ്. ഇതും ഒരു മുസ്ലിം മതപണ്ഡിതൻ്റെ അഭിപ്രായമാണോ നമ്മളിവിടെ സ്വീകരിക്കേണ്ടത്? ഒരു മതേതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരാളിരുന്ന് ഒരു മതത്തിനെ വേണ്ടിയിട്ട് സംസാരിക്കുന്നതാണോ? അല്ല. ഇവിടെ അൾട്ടിമേറ്റ്ലി നിങ്ങൾ മനസ്സിലാക്കൂ, നമ്മൾക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഈ നാട്ടിൽ നല്ല കാര്യങ്ങൾ ചെയ്യാം. ജാതിയും മതവും മറ്റു കാര്യങ്ങളൊക്കെ വിടൂ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങളെല്ലാം ചെയ്യാം. അതിന് ഏതെങ്കിലും ആൾക്കാർ സൃഷ്ടിക്കുന്ന നറേറ്റീവ് എടുത്ത് പിടിക്കരുത്. യാഥാർത്ഥ്യമുണ്ടോ, തെറ്റുണ്ടോ, തിരുത്തപ്പെടണം. പശുവിൻ്റെ പേരിൽ അതാ ഞാൻ പറഞ്ഞു, കേരളത്തിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ബീഫ് കഴിക്കുന്നതിൻ്റെ പേരിൽ ഇനി തൊട്ട് ഇവിടെ ബീഫ് വേണ്ട, പശു എന്ന് പശുവിനെ അമ്മയായി കാണുന്നവരുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഹൈന്ദവ ആരാധന പ്രകാരം ഒരുപാട് മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ തന്നെ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ കാണുന്നവരുണ്ട്. അപ്പം അവർക്ക് ചിലപ്പം വേദന ഉണ്ടാവും. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലെ പട്ടിക്കുട്ടി മരിച്ച സമയത്ത് കരഞ്ഞത് കണക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ കരഞ്ഞിട്ടില്ല. ഞാൻ 4 ദിവസത്തിന് ശേഷം ഞാൻ കണ്ണൂർ എയർപോർട്ടിൽ ഇരിക്കുന്ന സമയത്തും ഞാൻ കരയാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഗ്ലാസ് എടുത്ത് ഞാൻ വെച്ചിട്ട് കണ്ണീര് തുടയ്ക്കുന്നുണ്ട്. അത് എൻ്റെ പട്ടിക്കുട്ടിയെ എൻ്റെ മകനെ പോലെ എൻ്റെ മകളെ പോലെ കണ്ട് സ്നേഹിച്ചതുകൊണ്ടാണ്. അത് ഞാൻ എൻ്റെ വിഷമം വേറൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തെരുവ് പട്ടിയുടെ കടി കൊണ്ടൊരുത്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവനെന്തോ തോന്നും. അപ്പോൾ ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമായിട്ടുള്ള വികാരങ്ങളാണ് ഓരോന്നിനോടും ഉള്ളത്. അത് ചിലർക്ക് വാഹനത്തോടായിരിക്കും, ചിലർക്ക് വസ്ത്രത്തോടായിരിക്കും, ചിലർക്ക് പക്ഷിമൃഗാദികളോടായിരിക്കും, അല്ലെങ്കിൽ ചിലർക്ക് ദൈവത്തോടായിരിക്കും, വ്യത്യസ്തമായിരിക്കും. ആ വ്യത്യസ്തതകളെ മനസ്സിലാക്കി നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ കാഴ്ചപ്പാട് മനസ്സിലാക്കി എല്ലാ ജനത്തെയും ഒരുപോലെ ഉൾക്കൊണ്ട് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അഖിലേട്ടൻ അതുപോലെ തന്നെ അഖിലേട്ടൻ ആദ്യം തൊട്ട് തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുമുണ്ട്. അപ്പം ഈ പെട്ടെന്ന് അഖിലേട്ടൻ ഇപ്പോൾ എൻ ഡി എയിലേക്ക് മാറുമ്പോൾ പലർക്കും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് എന്തുകൊണ്ടാണ്, അത് എന്തിനു വേണ്ടിയാണ്? അപ്പം ഇപ്പോൾ പറയുന്നത് പോലെ തന്നെ നേരത്തെ അഖിലേട്ടൻ കോൺഗ്രസ് പാർട്ടിയെ അനുകൂലിച്ചപ്പം ഈ പ്രാവശ്യം സീറ്റ് തരാത്തതുകൊണ്ടാണ് അഖിലേട്ടനെ എൻ ഡി എയിലേക്ക് മാറിയെന്നൊരു സംസാരമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ക്ലിയർ ചെയ്യുവാണെങ്കിൽ അഖിലേട്ടൻ ഇഷ്ടപ്പെടുന്നവർക്ക് അത് കറക്റ്റാവും. അപ്പം നമ്മൾ നേരെ പോയി ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനോട് ചോദിക്കണം, അഖിൽ മാരാർക്ക് നിങ്ങളൊരു സീറ്റ് കൊടുത്തിട്ട് അയാൾ വേണ്ട എന്ന് പറഞ്ഞിട്ടാണോ എൻ ഡി എയിലേക്ക് പോയെന്ന് ചോദിക്കണം. അപ്പം അതല്ല എങ്കിൽ എനിക്ക് അങ്ങനെ സീറ്റ് ചർച്ചകൾ നമ്മൾ നടത്തിയിട്ടില്ല. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രവർത്തിക്കാനും എനിക്ക് മുന്നോട്ട് പോകാനും ഈ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനും എന്നെ ഒരാൾ വിളിച്ചാൽ ആ വിളിക്കുന്ന ഒരാൾക്ക്, ആ വിളിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് എന്നെ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഞാൻ അവിടെ നോക്കേണ്ടത്. അത് എനിക്ക് 2020 അക്കാര്യത്തിലൊരു തടസ്സമേ അല്ല. അപ്പോൾ 2020യോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുക, ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഞാൻ ഇന്നലെ വരെ കോൺഗ്രസ് എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. ഞാൻ ആക്ച്വലി ഒരു പ്രതിപക്ഷ നിരയുടെ സ്വരമായിരുന്നു. ഞാൻ കോൺഗ്രസിനെ വിമർശിച്ച് സംസാരിച്ചിട്ടുണ്ട്, BJP വിമർശിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒരു സ്വതന്ത്ര കാഴ്ചപ്പാട് പിന്തുടരുന്ന ഈ രാജ്യത്തെ ഒരു പൗരൻ്റെ സ്വാതന്ത്ര്യമായ അഭിപ്രായം മാത്രമാണ്. പക്ഷേ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ ചേർന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ പൊളിറ്റിക്കൽ കാഴ്ചപ്പാടുകൾ നമ്മൾ മുന്നോട്ട് വയ്ക്കേണ്ടതുള്ളൂ. നിലവിൽ ഞാൻ ഇന്നലെ വരെയും അല്ലെങ്കിൽ ഈ നിമിഷം വരെയും ഞാനൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമായിരുന്നില്ല. ഇനി മുതൽ ഞാൻ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമാണ്. ഞാൻ NDA പോലത്തെ ഒരു മുന്നണിയുടെ ഭാഗമാണ്. സ്വാഭാവികമായിട്ടും ഇനി പറയുന്ന അഭിപ്രായങ്ങൾക്ക് മുന്നണിയോടൊപ്പമുള്ള കാഴ്ചപ്പാടുകൾ പിന്തുടരണം, മുന്നണിയുടെ ശരികൾ നോക്കണം. അവിടെ സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായങ്ങൾക്ക് ഒരു ലിമിറ്റ് ഉണ്ടാവും. തെറ്റുണ്ടായാൽ അത് ചൂണ്ടിക്കാണിക്കും. അപ്പം തെറ്റുണ്ടായാൽ തീർച്ചയായിട്ടും ചൂണ്ടിക്കാണിക്കും. പക്ഷേ അത് എല്ലാം പൊതുവേദിയിലാകണമെന്നൊന്നുമില്ല. പബ്ലിക്കായിട്ട് വന്ന് നിന്ന് നമ്മളെല്ലാ തെറ്റും ചൂണ്ടിക്കാണിക്കേണ്ട കാര്യങ്ങളില്ല. അപ്പം പാർട്ടിക്കുള്ളിലോ മുന്നണിക്കുള്ളിലോ ചൂണ്ടിക്കാണിക്കേണ്ട തെറ്റുകളെ അത് തിരുത്തപ്പെടേണ്ടതാണ്. അല്ലെങ്കിൽ അവിടെ നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ ഇത് തിരുത്തുന്നത് നല്ലതായിരിക്കും. അതേസമയം അനാവശ്യമായിട്ടുള്ളൊരു പ്രശ്നം ഒരു രാഷ്ട്രീയ പാർട്ടി ഉയർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ തിരുത്തേണ്ട കാര്യമില്ല. ഇപ്പം ബിഗ് ബോസിലൊക്കെ സംഭവിച്ചത്, എൻ്റെ അടുത്ത് സോറി പറയണ്ട, തലകുത്തി കിടന്ന് മറിഞ്ഞ് സോറി പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സോറി പറഞ്ഞിട്ടില്ല. എത്രയോ പ്രാവശ്യം ഞാൻ അങ്ങോട്ട് പോയി സോറി പറഞ്ഞിട്ട് കാര്യം, എനിക്ക് ചെയ്തത് തെറ്റെന്ന് തോന്നിയാൽ ഞാൻ അങ്ങോട്ട് പോയി സോറി പറയും. ഞാൻ ചെയ്യാത്തൊരു കാര്യത്തിന് എന്നോട് സോറി പറയാൻ വന്നു കഴിഞ്ഞാൽ ഇനി ആര് വിചാരിച്ചാലും ഞാനത് പറയത്തുമില്ല.